ഹായ് ഓൾ, ക്യൂബിറ്റ് അക്കാദമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. GD ഫ്രീ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പേര് പാർവതി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ SI യൂണിറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പോവാം. വാട്ട് ആദ്യം തന്നിട്ടുള്ളത് വാട്ടാണ്. വാട്ട് എന്തിൻ്റെ യൂണിറ്റ് ആണ്? പവറിൻ്റെ യൂണിറ്റ് ആണ് എന്താ? വാട്ട്. ഓക്കെ, ജൂൾ എന്താണ്? എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ. അപ്പോൾ അതുമല്ല. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ആംപിയർ. ആംപിയർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് എന്താ? ആംപിയർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫൈനൽ ഓപ്ഷൻ എന്താണ്? വോൾട്ട് ആയിരിക്കും എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത്. സോ ദ ആൻസർ ഇസ് വോൾട്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളുടെ കുറച്ച് ഫാക്ട്സ് കൂടെ നോക്കാം. പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ദാറ്റ് ഈസ് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം എന്ന് നമുക്ക് പറയാം. വാട്ടാണ് എന്താ? പവറിൻ്റെ യൂണിറ്റ്. അതിൽ നമ്മൾ നോക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഹോഴ്സ് പവർ എന്നുള്ളതാണ്. ഹോഴ്സ് പവർ എന്താണ്? പവറിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് എന്താ? ഹോഴ്സ് പവർ. ദാറ്റ് ഈസ് 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട്. ഈ ഒരു പോയിന്റും കൂടെ അതിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ വരുന്നത് എനർജി. എനർജി എന്താണ്? ഒരു വർക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്, അതാണ് എന്ത്? എനർജി എന്ന് പറയുന്നത്. എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഏകും എന്താണ്? എനർജിയുടെ മറ്റൊരു യൂണിറ്റ് ആണ്. സോ പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? വോൾട്ട്. ആംപിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്? എന്തായിരിക്കും? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് മറ്റ് ക്വാണ്ടിറ്റീസിന് ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ യൂണിറ്റ്സിനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നും പറയുന്നത്. സോ SSCയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും പറയാം. ആദ്യം വരുന്നത് ലെങ്ത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സെക്കൻഡ് വൺ മാസ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇലക്ട്രിക് കറണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. ദെൻ ടെമ്പറേച്ചർ. കെൽവിൻ ആണ് എന്താ? ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി. കാൻഡിലയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. മോൾ ആണ് എന്താ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ്. സോ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ 7 ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റും ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് among the following is incorrect pair of physical quantity and unit? അപ്പോൾ നമുക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് പെയർ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത് പറഞ്ഞു? പവർ വാട്ട്. നമുക്കറിയാതെ എന്താണ്? കറക്റ്റ് പെയർസ് ആണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. പിന്നെ വരുന്നത് ഫ്രീക്വൻസി ഹെഡ്സ്. നമുക്കറിയാം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റ് ആയിട്ട് അവർ തന്നിട്ടുള്ളത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ആണോ പ്രഷറിൻ്റെ യൂണിറ്റ്? അല്ല. അപ്പോൾ ആ പെയറാണ് എന്താ? റോങ് ആയിട്ടുള്ള പെയർ. പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ അല്ലേ? സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും. എനർജിയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. സോ ദ ആൻസർ ഇസ് സെക്കൻഡ്. പ്രഷർ ന്യൂട്ടൺ ആണ്. എന്ത്? പ്രഷർ ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് വരുന്നതാണ് നമ്മുടെ ഇൻകറക്റ്റ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? പാസ്കൽ ആണെന്ന് പറഞ്ഞു. മറ്റ് 2 യൂണിറ്റും കൂടെ പ്രഷറിൻ്റെ. ബാർ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്. ടോർ എന്ന് പറയുന്നതും എന്താണ്? പ്രഷറിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്. അപ്പോൾ ഈ മറ്റ് യൂണിറ്റുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ പറയാനുള്ളത് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? F is equal to ma, that is
മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക, ഇതിൻ്റെ കേസിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? സെക്കൻഡ് വൺ ആണ് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following instrument is used to measure the humidity of the air or gas? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ യൂസസും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. സോ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പോവാം. ഫസ്റ്റ് ഓപ്ഷൻ ഹൈഗ്രോമീറ്റർ. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ ആണ് എന്ത് മെഷർ ചെയ്യുന്നത്? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. അനിമോമീറ്റർ എന്ന് പറയുന്നത് വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ബോളോമീറ്റർ, ഹീറ്റ് റേഡിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബോളോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോമീറ്റർ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. സോ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് യൂസ്ഡ് ടു മെഷർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ എർത്ത് ക്വേക്ക്? എർത്ത് ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പോവാം. അനിമോമീറ്റർ ആണോ? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു അനിമോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? വിൻഡ് സ്പീഡാണ് അനിമോമീറ്റർ മെഷർ ചെയ്യുന്നത്. സോ ആൻസർ അതല്ല. പ്രഷർ സെൻസേഴ്സ്, പ്രഷർ സെൻസർ എന്തായിരിക്കും മെഷർ ചെയ്യുന്നത്? പ്രഷർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. സോ അതുമല്ല എന്താ ആൻസർ. പിന്നെ വരുന്നത് ഗ്രാവിമീറ്റർ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. ഡിഫറെൻറ്റ് പ്ലേസസിൽ വരുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ് ഗ്രാവിമീറ്റർ മെഷർ ചെയ്യുന്നത്. സോ അതുമല്ല ആൻസർ. സോ ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് റിച്റ്റർ സ്കെയിൽ. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എർത്ത് ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? റിച്റ്റർ സ്കെയിൽ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ക്യാൻ ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് എ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് നോൺ ആസ്. ഓക്കെ, ഏതൊക്കെയാണ്? ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് ഓഡോമീറ്റർ ആണ്. ഓഡോമീറ്റർ മെഷർ ചെയ്യുന്നത് എന്താണ്? ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഓഡോമീറ്റർ മെഷർ ചെയ്യുന്നത്. സോ ആൻസർ എന്തല്ല? ഓഡോമീറ്റർ അല്ല. സ്പീഡോമീറ്റർ എന്താണ്? ഒരു വെഹിക്കിളിൻ്റെ സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. സോ ആൻസർ എന്തല്ല? സ്പീഡോമീറ്റർ അല്ല വരുന്നത്. ഹൈഗ്രോമീറ്റർ, ഹൈഗ്രോമീറ്റർ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഹൈഗ്രോമീറ്റർ മെഷർ ചെയ്യുന്നത്? ഹ്യൂമിഡിറ്റി ആണ് ഹൈഗ്രോമീറ്റർ മെഷർ ചെയ്യുന്നത്. സോ ഹ്യൂമിഡിറ്റി അല്ല. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? അമ്മീറ്റർ. സോ ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? അമ്മീറ്റർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ യൂസസും ഒന്ന് എന്ത് ചെയ്യാം? സമ്മറൈസ് ചെയ്യാം. ഹൈഗ്രോമീറ്റർ എന്താണ്? മെഷേഴ്സ് ദി ലെവൽ ഓഫ് ഹ്യൂമിഡിറ്റി, അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അനിമോമീറ്റർ മെഷേഴ്സ് ദി വെലോസിറ്റി ഓഫ് വിൻഡ്, നമ്മൾ പറഞ്ഞതാണ്. ബോളോമീറ്റർ മെഷേഴ്സ് ഹീറ്റ് റേഡിയേഷൻ. ഹൈഡ്രോമീറ്റർ മെഷേഴ്സ് റിലേറ്റീവ് ഡെൻസിറ്റി. പ്രഷർ സെൻസേഴ്സ് എന്തായിരുന്നു? സെൻസസ് ആൻഡ് മെഷേഴ്സ് പ്രഷർ. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. ഗ്രാവിമീറ്റർ എന്തായിരുന്നു? മെഷേഴ്സ് ദി ഡിഫറൻസ് ഇൻ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ. റിച്റ്റർ സ്കെയിൽ മെഷേഴ്സ് ദി സ്ട്രെങ്ത് ഓഫ് എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്നത് ഏതായിരുന്നു? റിച്റ്റർ സ്കെയിലായിരുന്നു. ഓഡോമീറ്റർ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ. സ്പീഡോമീറ്റർ സ്പീഡ് ഓഫ് വെഹിക്കിൾ. നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. അമ്മീറ്റർ എന്തായിരുന്നു? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് എന്ത് മെഷർ ചെയ്യുന്നത്? അമ്മീറ്റർ മെഷർ ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവൈസസും അതിൻ്റെ യൂസസും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ്? ഐഡൻറ്റിഫൈ ദി എനർജി യൂസ്ഡ് ഇൻ കുക്കിംഗ് ഫുഡ്. ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വിൻഡ് എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, മെക്കാനിക്കൽ എനർജി ഉണ്ട്. സോ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കെമിക്കൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് കെമിക്കൽ എനർജി. നമ്മൾ ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? എന്തായിട്ട് മാറുന്നത്? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 3. 7th question. Dash are promoted throughout the country to save energy. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാംപ്സ്, CFL, ഓയിൽ ലാംപ്സ് ഉണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ലാംപ്സ്, LED വരുന്നുണ്ട്, ഇൻകാൻഡസെൻറ്റ് ലാംപ്സ്. അപ്പോൾ എന്താണ് ആൻസർ?
ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. LED ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നത് LED ലാംപ്സ് ആണ്. എന്തൊക്കെയായിരിക്കും കാരണം? ദാറ്റ് യൂസസ് ലെസ് എനർജി, കുറഞ്ഞ എനർജിയെ യൂസ് ചെയ്യുന്നുള്ളൂ, നോൺ പൊല്യൂട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ മറ്റ് ലൈറ്റ്സുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ലാംപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രൈറ്റ് ലൈറ്റ് ആണ് എന്ത് തരുന്നത്, LEDs തരുന്നത്. ലാസ്റ്റ് ലോങ്, കമ്പാരിറ്റീവ്ലി കൂടുതൽ സമയം അത് എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എന്താണ് നമ്മുടെ രാജ്യത്ത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് LED ലാംപ്സ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എട്ടാമത്തെ ചോദ്യം, ദ മോസ്റ്റ് വിസിബിൾ ഫോം ഓഫ് എനർജി വിച്ച് ഇസ് ഓഫൺ ഐഡൻറ്റിഫൈഡ് വിത്ത് പ്രോഗ്രസ് ഇൻ മോഡേൺ സിവിലൈസേഷൻ കോമൺലി കോൾഡ്. ഏതായിരിക്കും? ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതെ, ഫോസിൽ ഫ്യൂവൽ അല്ല, ഓയിൽ അല്ല, കോൾ അല്ല, ഇലക്ട്രിസിറ്റി ആണ് എന്താ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ സോളാർ സെൽ? ഒരു സോളാർ സെല്ല് യൂസ് ചെയ്യുന്നതിലുള്ള പ്രിൻസിപ്പൽ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഷോസ് ഓസിലേറ്ററി മോഷൻ, ഇറ്റ് ഹാസ് മെറ്റൽ ഇൻ ദി ഔട്ടർ ഏരിയ, ഇറ്റ് ഹാസ് മൂവിങ് പാർട്സ്, ഇറ്റ് ഹാസ് നോ മൂവിങ് പാർട്സ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഇറ്റ് ഹാസ് നോ മൂവിങ് പാർട്സ് എന്നുള്ളതാണ്. സോളാർ സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആണ്. ഓക്കെ, അതിനെന്തില്ല, മൂവിങ് പാർട്സ് ഇല്ല. അതെന്താണ് ചെയ്യുന്നത്? സോളാർ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്, ഇറ്റ് ഹാസ് നോ മൂവിങ് പാർട്സ്. ക്ലിയർ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. 10th ക്വസ്റ്റ്യൻ, വിച്ച് among the following waves is not an electromagnetic wave? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ളത് നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് ആൻസറിലേക്ക് വരാം. ഓക്കെ, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? റേഡിയേഷൻ്റെ എൻ്റയർ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. മെയിനായിട്ടും 7 റീജിയൻസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതിൽ ഓരോ റേയും ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഏത് ഓർഡറിലാണ് പറയുന്നത്? ഷോർട്ടർ വേവ് ലെങ്ത്തിൽ നിന്നും ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക്, അതായത് വേവ് ലെങ്ത്ത് കുറഞ്ഞതിൽ നിന്നും വേവ് ലെങ്ത്ത് കൂടിയ ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ഗാമാ-റേ, എക്സ്-റേ, അൾട്രാവയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. അപ്പോൾ ഈ 7 റേസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേവുകൾ. അതിൽ ലോവസ്റ്റ് ഷോർട്ടർ വേവ് ലെങ്ത് വരുന്നത് ഗാമാ-റേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്തായിരിക്കും, ഫ്രീക്വൻസി കൂടുതലായിരിക്കും. കാരണം എന്താ, നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ? അതായത് വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. സോ നമ്മുടെ റേഡിയോ വേവിന് എന്താണ്, വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്തായിരിക്കും, കുറവായിരിക്കും. എനർജിയും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ 7 റേസ് ഏതൊക്കെയാണ്? ഗാമാ-റേ, എക്സ്-റേ, UV-റേ, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ അതിന് എന്താണ്, കാഥോഡ് റേസ്. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? നോട്ട് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലേ? അപ്പോൾ അതെന്താണ്, കാഥോഡ് റേ ആണ് നമ്മുടെ ആൻസർ. ബാക്കിയുള്ളതെല്ലാം എന്താണ്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ വരുന്നതാണ്. അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, ഗാമാ റേസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ആൻസർ അല്ല, പക്ഷേ എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? കാഥോഡ് റേസ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് റേസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതല്ലാത്തത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് അല്ലാത്തത്. കാനൽ റേസ് എന്തല്ല, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് അല്ല, അല്ലെങ്കിൽ വേവ് അല്ല. ആൽഫ റേസ് എന്തല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല.
ബീറ്റ റേസ് എന്തല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് അല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് എന്ന് പറയുന്നത് ഈ 7 റേസിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലൈറ്റ് ഓഫ് ദി സൺ ടേക്സ് അബൌട്ട് ഡാഷ് മിനിറ്റ്സ് ടു റീച്ച് ദി എർത്ത്. സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എത്ര മിനിറ്റ് ആണ് എർത്തിൽ എത്താൻ വേണ്ടി എടുക്കുന്നതെന്നല്ല. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തെ ഓപ്ഷൻ 10 ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ 7 ആണ്, മൂന്നാമത്തെ ഓപ്ഷൻ 9 ആണ്, നാലാമത്തെ ഓപ്ഷൻ എന്താണ്? 8 ആണ്. എത്രയാണ് ആൻസർ വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത് 8 ആണ്. 8 minutes 20 seconds. 500 seconds ആണ് എന്ത്? എർത്തിലേക്ക് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എത്താനുള്ള ടൈം. അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര പറയാം? 8 minutes എന്ന് പറയാം. ഇനി അതുപോലെ വേറൊരു കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടത്, വാക്വത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ്? 3 × 10⁸ meter per second. ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കാം. സോ നമ്മുടെ ആൻസർ എന്താണ്? 8 ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ സൺ ഈസ് അബൌട്ട് ഡാഷ് കിലോമീറ്റർ എവേ ഫ്രം ദി എർത്ത്. സണ്ണ് ഭൂമിയിൽ നിന്നും എത്ര അകലത്തിലാണ്? ഓപ്ഷൻ 1 20 million, ഓപ്ഷൻ 2 150 million, ഓപ്ഷൻ 3 50 million, ഓപ്ഷൻ 4 100 million. എന്താണ് ആൻസർ വരുന്നത്? 150 million ആണ് എന്ത് നമ്മുടെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് 150 million kilometer. നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കാം. എന്താണ് അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് 150 million kilometer ആണ്. അല്ലെങ്കിൽ നമുക്ക് എത്രയാണെന്ന് പറയാം? 1.5 × 10⁸ kilometer. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1.5 × 10⁻11 kilometer. സോറി, 10⁻11 meter. നമ്മൾ പറഞ്ഞു ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സോ ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ യൂണിറ്റ്സും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന മറ്റു കുറച്ച് പ്രാക്ടിക്കൽ യൂണിറ്റ്സും കൂടെ നോക്കാം. ആദ്യം നോക്കുന്നത് ലൈറ്റ് ഇയർ. എന്താണ് ലൈറ്റ് ഇയർ? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിച്ച ദൂരത്തിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 1 light year is equal to 9.46 × 10⁻15 meter. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. ഓക്കെ, 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്? 1.5 × 10⁻11 meter. 1 light year is equal to 9.46 × 10⁻15 meter. ഇനി വരുന്നത് പാഴ്സെക് ആണ്. പാഴ്സെക് എന്താണ്? സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ള ആസ്ട്രോണമിക്കൽ ബോഡീസിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാഴ്സെക് എന്നുള്ള ഒരു യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. 1 parsec is equal to 3.26 light year. ഓക്കെ, നമുക്കറിയാം ലെങ്ത്തിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. കുറച്ച് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എർത്തിനും സണ്ണിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. പിന്നെ വരുന്നത് ലൈറ്റ് ഇയർ, പാസെക്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സൗണ്ട് വേവ് ഹാവിംഗ് ഫ്രീക്വൻസീസ് ലെസ് ദാൻ ഡാഷ് ഹെർട്സ് ആർ കോൾഡ് ഇൻഫ്രാസോണിക്. ഇൻഫ്രാസോണിക് വേവ്സിൻ്റെ ഫ്രീക്വൻസി എത്രയ്ക്ക് താഴെയാണെന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 15, 5, 10, 20. സോ സൗണ്ട് വേവ്സിൻ്റെ കേസിൽ നമ്മൾ സൗണ്ട് വേവ്സിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഇൻഫ്രാസോണിക് വേവ്സ് ഉണ്ട്, ഒഡിബിൾ സൗണ്ട് വേവ് ഉണ്ട്, അൾട്രാസോണിക് സൗണ്ട് വേവ് ഉണ്ട്. മൂന്നിൻ്റെയും ഫ്രീക്വൻസി റേഞ്ച് എന്താണ്?
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് വരുന്നത്? ആദ്യം നമുക്ക് ഒഡിബിൾ സൗണ്ട് വേവിൻ്റെ നോക്കാം. എത്രയാണ് വരിക? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ ഫ്രീക്വൻസി വരുന്ന വേവ്സിനെയാണ് ഒഡിബിൾ സൗണ്ട് വേവ് എന്ന് പറയുന്നത്. ഇതിനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? 20 ഹെർട്സിൻ്റെയും 20 കിലോ ഹെർട്സിൻ്റെയും. ഓക്കെ, അതാണ് ഒഡിബിൾ സൗണ്ട് വേവ് എന്ന് പറയുന്നത്. ഇൻഫ്രാസോണിക് വേവ് എന്താണ്? സൗണ്ട് വേവ് ഹാവിങ് ഫ്രീക്വൻസി ലെസ് ദാൻ 20 ഹെർട്സ്. 20 ഹെർട്സിന് താഴെ ഫ്രീക്വൻസി റേഞ്ച് വരുന്ന വേവ്സിനെയാണ് ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അൾട്രാസോണിക് വേവ്സ് എന്തായിരിക്കും? ദി സൗണ്ട് വേവ്സ് ഹാവിങ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20,000 ഹെർട്സ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ അടുത്ത് ഏതാ ചോദിച്ചിട്ടുള്ളത്? ഇൻഫ്രാസോണിക് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്രയ്ക്ക് താഴെ ആയിരിക്കും ഇൻഫ്രാസോണിക്? 20 കിലോ ഹെർട്സിന്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരിക? 20. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ 13th ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് heat produced by an electric current is directly proportional to the resistance of the conductor square of the current and the time for which it flows. ഇത് ഏത് ലോ ആണ് പറയുന്നത് എന്നുള്ളത് ഏതായിരിക്കും? ഹുക്സ് ലോ, ജൂൾസ് ലോ, കുലൂംസ് ലോ, ഫാരഡേസ് ലോ. സോ നമ്മുടെ ആൻസർ വരുന്നത് ജൂൾസ് ലോ ആണ്. എന്താണ് ജൂൾസ് ലോ പറയുന്നത്? നമുക്കൊരു എക്സാമ്പിൾ വഴി പോവാം. നമ്മളൊരു അയൺ ബോക്സ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു അയൺ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തു? അയൺ ബോക്സിലൂടെ നമ്മൾ കറണ്ട് കടത്തിവിട്ട എന്ത് സംഭവിക്കും? അയൺ ബോക്സ് ചൂടാവും. അപ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? നമ്മൾ അതിലൂടെ കടത്തിവിടുന്ന കറണ്ടിന് പ്രപ്പോർഷണലാണ്. ഓക്കെ, പിന്നെ ഏതൊരു കണ്ടക്ടറിനും എന്തുണ്ടായിരിക്കും? ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ റെസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? കൂടുതൽ ആ ഒരു റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ നമ്മുടെ അയൺ ബോക്സ് എന്ത് ചെയ്യും? കൂടുതൽ ചൂടാവും. അപ്പോൾ അവിടെ റെസിസ്റ്റൻസിനും ഇതെന്താണ്? ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. പിന്നെ നമ്മൾ കൂടുതൽ സമയം ഇതിലൂടെ കറണ്ട് വിട്ട് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? അയൺ ബോക്സ് കൂടുതൽ ചൂടാവും. അപ്പോൾ അത് എന്തിനും പ്രപ്പോർഷണലാണ്? ടൈമിനും പ്രപ്പോർഷണലാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇക്വേഷൻ എങ്ങനെ എഴുതാം നമുക്ക്? H = I² RT. ഈ ഒരു ഇക്വേഷനും കൂടെ ജൂൾസ് ലോൻ്റെ കേസിൽ ഓർത്ത് വയ്ക്കാം. സോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കറണ്ടിനും റെസിസ്റ്റൻസിനും അതുപോലെ ടൈമിനും പ്രപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്ന ലോ ഏതാണ്? ജൂൾസ് ലോ ആണ്. സോ ദ ആൻസർ ഇസ് ജൂൾസ് ലോ. ബാക്കി 3 ലോസ് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, ആദ്യം വരുന്നത് ഹുക്സ് ലോ. ഹുക്സ് ലോയിൽ നമുക്ക് എന്തുണ്ട്? ഒരു അൺസ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ട്രിങ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്തിട്ട്. ഓക്കെ, അപ്പം ആ സ്ട്രിങ്ങിനെ ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിങ് എന്ത് ചെയ്യും? ഒരു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോഴ്സിന് എന്തായിരിക്കും? ഡീഫോമിങ് ഫോഴ്സിന് പ്രപ്പോർഷണൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. F = KS. അപ്പോൾ ഡിഫോമിങ് ഫോഴ്സ് എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെയും സൈസിനെയും മാറ്റാൻ പറ്റുന്ന ഫോഴ്സാണ് എന്ത്? ഡിഫോമിങ് ഫോഴ്സ്. പിന്നെ ഈ സ്ട്രെച്ച് ചെയ്ത ഡിഫോമിങ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് പോകും. സോ അതെന്ത് ചെയ്യാണ്? റീഫോമിങ് ഫോഴ്സ് വഴി അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാണ്. അപ്പോൾ ഒരു സ്പ്രിങ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഡീഫോമിങ് ഫോഴ്സും ഉണ്ട്, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരു റീഫോമിങ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? F റീഫോമിങ് ഫോഴ്സ് എന്തിന് ഓപ്പോസിറ്റ് ആണെന്ന് പറയാം? ഡിഫോമിങ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -KX എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹുക്സ് ലോ പറയുന്നത്. നമുക്കൊന്നും കൂടി ക്ലിയർ ആയിട്ട് എഴുതാം. സോ ഹുക്സ് ലോ എന്താണ് പറയുന്നത്? ഹുക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ റിലേറ്റീവ്ലി സ്മോൾ ഡിഫോർമേഷൻസ് ഓഫ് ആൻ ഒബ്ജെക്ട്
the displacement of the deformation is directly proportional to the deforming force. Deforming force-ന് directly proportional ആയിരിക്കും എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഹൂക്സ് ലോ ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ വരുന്നത് കൂലോംസ് ലോ. കൂലോംസ് ലോ എന്താ? നമുക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് എന്തുണ്ട്? ലൈക്ക് ഫോഴ്സസ് ഉണ്ട്, അതുപോലെ അൺലൈക്ക് ഫോഴ്സസും ഉണ്ട്. ലൈക്ക് ഫോഴ്സസിനിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് ചാർജസ് ആവാം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജസ് ആവാം. ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൽസീവ് ഫോഴ്സസ് അല്ലേ? ഓക്കെ. ഇനി രണ്ട് അൺലൈക്ക് ചാർജസിനിടയിലുള്ള ചാർജസ് ആണെങ്കിൽ എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ്. സോ രണ്ട് ചാർജസിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂലോംസ് ലോ പറയുന്നത്. അതെന്താ പറയുന്നത്? രണ്ട് ചാർജസിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറും ചാർജസ് Q1 ആൻഡ് Q2 ആണെങ്കിൽ അതെന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു കെ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. സോ കുലോംസ് ലോ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു കുലോംസ് ലോ, ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ between 2 point charges at rest is directly proportional to the product of the magnitudes of the charges and inversely proportional to the square of the distance between them. അപ്പോൾ അതാണ് കുലോംസ് ലോ പറയുന്നത്. ഇനി പറയുന്നത് ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോ എന്താ പറയുന്നത്? ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് ടു എ കോയിൽ ഇൻഡ്യൂസസ് ആൻ EMF അക്രോസ് എ കോയിൽ. സോ ആ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇൻ ദി കോയിൽ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ജൂൾസ് ലോ ആണ്. ബാക്കിയുള്ള ലോസ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടെന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം മറ്റൊരു ലോ സ്റ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ആ ലോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. സോ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താ? ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ന്യൂക്ലിയർ ഫിഷൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്താണ്? ദ ന്യൂക്ലിയസ് ഓഫ് എ ഹെവി ആറ്റം വെൻ ബോംബാർഡഡ് വിത്ത് ലോ എനർജി ന്യൂട്രോൺസ് ക്യാൻ ബി സ്പ്ലിറ്റ് അപ്പാർട്ട് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയേ. ഹെവി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയർ ഫിഷൻ. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ലൈറ്റർ ന്യൂക്ലിയെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണെങ്കിൽ അതെന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. തിരിച്ചാണെങ്കിൽ അതെന്താണ്? ന്യൂക്ലിയർ ഫിഷനാണ്. ഇതിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റ് രണ്ട് പോയിൻറ്റ്സ്, ആറ്റം ബോംബും ന്യൂക്ലിയർ റിയാക്ടറും ഏത് പ്രിൻസിപ്പിൾ ചെയ്തിട്ട് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്? ന്യൂക്ലിയർ ഫിഷൻ. അതുപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ ബോംബ്. അതുപോലെ സണ്ണിൽ നടക്കുന്നതും എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ന്യൂക്ലിയർ ഫിഷൻ്റെയും ന്യൂക്ലിയർ ഫ്യൂഷൻ്റെയും കേസിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. 2023 GD എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അതിനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു കുറച്ച് ഫാക്ട്സും കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോകട്ടെ. ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ബാക്കിയുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ഈ PYQ അനാലിസിസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.